ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ വേണ്ടിയിട്ടുള്ള വൊക്കാബുലറി ചാലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്നലത്തെ സിനോണിംസിന്റെ ക്ലാസ് എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഫോറിൻ വേർഡ്സ് നോക്കാം. അങ്ങനെ നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ട് ഓരോ ദിവസം ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ റിപ്പീറ്റേഷൻ വരും, വീണ്ടും സിനോണിംസ് വരും, അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫോറിൻ വേർഡ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ വാക്ക് വിസ് എ വിസ്. വിസ് എ വിസ് എന്ന് പറഞ്ഞാൽ ഇൻ റിലേഷൻ ടു അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. എന്താണ് ഫേസ് ടു ഫേസ് ആണ് വിസ് എ വിസ്. ഓക്കെ, നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ വിസ് എ വിസ് എന്ന് പറയുമ്പോൾ വിസ് എന്ന് പറയുമ്പോൾ നമുക്ക് വിസിൽ ആലോചിക്കാം. വിസിലൊക്കെ ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തിരിഞ്ഞ അയാളുടെ ഫേസിലേക്ക് നോക്കും അല്ലേ. അപ്പോൾ വിസ് എ വിസ് എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ്. എന്താണ് ഫേസ് ടു ഫേസ്? ഒരു എക്സാമ്പിൾ പറയാം. മൈ ഫ്രണ്ട് ആൻഡ് ഐ സ്റ്റുഡ് വിസ് എ വിസ് ഇൻ ദി ക്രൗഡഡ് ബസ്. ഓക്കെ, നെക്സ്റ്റ് വൺ വോൾട്ടേ ഫേസ്. വോൾട്ടേ ഫേസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റിവേഴ്സൽ ഓഫ് ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ ഓർ പൊസിഷൻ ആണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറുക, ചേഞ്ച് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വോൾട്ടേ ഫേസ് കേട്ടോ. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസിന്റെ ഒക്കെ വോൾട്ടേജ് മാറി എന്ന് ആലോചിക്കാം. വോൾട്ടേ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ആലോചിക്കാം കേട്ടോ. നമ്മുടെ ഫേസിന്റെ വോൾട്ടേജ് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറി അല്ലെ, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ വന്നു എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിവിടെ പറയുന്ന പല ഫോറിൻ വേർഡ്സിനും പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ കറക്റ്റ് ആവണം എന്നില്ല, കാരണം പലതും ലാറ്റിനും ഒക്കെ ആണല്ലോ. അപ്പം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്ത വാക്ക് നോക്കിയേ, ടോട്ട്ലെ മോണ്ടെ. ടോട്ട്ലെ മോണ്ടെ എന്ന് പറഞ്ഞാൽ എവ്രിബഡി അല്ലെങ്കിൽ എവ്രി വൺ ഓഫ് ഇമ്പോർട്ടൻസ് എന്നൊക്കെയാണ് ടോട്ട്ലെ മോണ്ടെ. അതിന്റെ ഒപ്പം തന്നെ പഠിച്ചു വെച്ചേക്കുക ബിയോ മോണ്ടെ. ബിയോ മോണ്ടെ എന്ന് പറഞ്ഞാൽ ഹൈ സൊസൈറ്റി ആണ് കേട്ടോ. എന്താണ് ഹൈ സൊസൈറ്റി? ഓക്കെ, അപ്പൊ രണ്ടും മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ചെടുത്ത് ടോട്ട്ലെ മോണ്ടെ ഉണ്ട്. ടോട്ടലെ എന്ന് പറയുമ്പോൾ ടോട്ടൽ എന്ന് ആലോചിച്ചുകൂടെ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും അല്ലെ, എവ്രിബഡി അല്ലെങ്കിൽ എവ്രി വൺ ഓഫ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പൊ ടോട്ടലെ എന്ന് പറയുമ്പോൾ ടോട്ടൽ എവ്രിബഡി കേട്ടോ. ടോട്ടലെ മോണ്ടെ. അടുത്ത ശ്രദ്ധിക്കുക, ബിയോ മോണ്ടെ. ബിയോ മോണ്ടെ എന്ന് പറഞ്ഞാൽ ഹൈ സൊസൈറ്റി ആണ്. ഓക്കെ, അപ്പൊ ഈ ഹൈ സൊസൈറ്റിയിലുള്ള ആൾക്കാരൊക്കെ ബിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലൂ ആലോചിക്കാം കേട്ടോ. ബി വെച്ചിട്ട് ബ്ലൂ കളറിലെ മുണ്ടാണ് ഉടുക്കണേ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. വെറുതെ കണക്ഷൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹൈ സൊസൈറ്റിയിലുള്ള ആൾക്കാരൊക്കെ ബ്ലൂ കളർ മുണ്ടാണ്, മോണ്ടെ കേട്ടോ. ബ്ലൂ കളറിലെ മുണ്ടാണ് ഉടുക്കണേ എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട്. ഈ ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സൺ ഹു ബിലോങ്സ് ടു റോയൽ ഫാമിലി അല്ലെങ്കിൽ ഹൈ സൊസൈറ്റി ഒക്കെ അല്ലേ. അപ്പൊ നമുക്ക് ആ ബ്ലൂ വെച്ചിട്ട് അതേപോലെ തന്നെ ഹൈ സൊസൈറ്റി ആയിട്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്ത വാക്ക് നോക്കാം, പോസ്റ്റ്മോർട്ടം. അത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ ഓഫ് ബോഡി ആഫ്റ്റർ ഡെത്ത്. മരണത്തിന് ശേഷമുള്ള ബോഡി എക്സാമിനേഷനെയാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. അവിടെ തന്നെ പഠിച്ചു വെച്ചേക്കാം കെഡാവർ. കെഡാവർ നമ്മുടെ ഒരു ഫിലിം ഉണ്ട് കേട്ടോ. കെഡാവർ എന്ന് പറഞ്ഞാൽ എന്താ? സിനോണിം ആയിട്ട് പഠിച്ചോളൂ. എന്താണ് കെഡാവർ എന്ന് പറഞ്ഞാൽ? ഡെഡ് ബോഡി ആണ് കേട്ടോ. ഡെഡ് ബോഡീനെയാണ് നമ്മൾ കെഡാവർ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കെഡാവർ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഇനി ഓർക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഡെഡ് ബോഡി ഒക്കെ കേടാവാതെ നമ്മൾ മോർച്ചറിയിലൊക്കെ വെക്കുക എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കേടാവാണ്ട് ഡെഡ് ബോഡി, അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. അടുത്ത വാക്ക് ഇറ്റ് എസ്റ്റ്. ഇറ്റ് എസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്നൊക്കെ പറഞ്ഞ് എഴുതില്ലേ, എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഇസ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. നിങ്ങൾക്ക് മീനിങ് അറിയായിരിക്കും. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എന്നാണ്. ഇനി യുടെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചേക്കുക, വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം കേട്ടോ. എന്താണ് അപ്പൊ എന്താണ് വരുന്നത്? ഇഡ് എസ്റ്റ്, IDEST, ഇഡ് എസ്റ്റ് കേട്ടോ. അത് പഠിച്ചു വെച്ചേക്കണേ. ഈ ഐയുടെ ഇഡും യുടെ എസ്റ്റും. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കട്ടെ, ഞാൻ വാക്കുകളൊന്ന് വേഗം പറയാം. വിസ് എന്ന് പറഞ്ഞാൽ വിസിലടിക്കുമ്പോൾ ഫേസിലേക്ക് നോക്കും അല്ല, അപ്പൊ ഫേസ് ടു ഫേസ്. വോൾട്ടേ ഫേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിന്റെ വോൾട്ടേജ് മാറുകയാണ്, അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുകയാണ്. ടോട്ടലെ മോണ്ടെ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്ന് പറയുമ്പോൾ എവ്രിബഡിയാണ്. ബിയോ മോണ്ടെ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലൂ കളറിലെ മുണ്ട് ആലോചിച്ചാൽ മതി അല്ലെ. അപ്പൊ നമ്മുടെ ഹൈ സൊസൈറ്റിയിലുള്ള ആൾക്കാരാണ് ബ്ലൂ കളറിലെ മുണ്ട് കൊടുക്കണേ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അടുത്ത വാക്ക് നോക്കാം, ഹൊണോറിസ് കൗസ എന്ന് പറഞ്ഞാൽ ആസ് എ മാർക്ക് ഓഫ് എസ്റ്റീം ആണ്. ആസ് എ മാർക്ക് ഓഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മുടെ സമൂഹത്തിലൊക്കെ നല്ല സ്ഥാനത്തിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഈ എന്താ പറയാ, സർവകലാശാലകളൊക്കെ നടത്തുന്ന പരീക്ഷ ഇല്ലാണ്ട് തന്നെ അവർക്ക് നൽകുന്ന ഒരു സാക്ഷ്യപത്രം, അതിനെയാണ് നമ്മൾ പറയുന്നത് ഹൊണോറിസ് കൗസ എന്ന് പറയുന്നത്. അതായത് അവരെ ഓണർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് അല്ലെ. ഓണർ ചെയ്യുക, ബഹുമാനിക്കുക. അതേപോലെ തന്നെ എസ്റ്റീം ആലോചിക്കാലോ, ബഹുമാനം, ആദരിക്കുക. ഓക്കെ, അപ്പൊ ഹൊണോറിസ് കൗസ, ഓണർ എന്ന് ആലോചിക്കുക കേട്ടോ. ഓണർ ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ ആദരിക്കുക. അതേ മീനിങ് തന്നെയാണ് എസ്റ്റീമിന്റെയും വരുന്നത്, ആസ് എ മാർക്ക് ഓഫ് എസ്റ്റീം. കിട്ടിയല്ലോ. അടുത്ത വാക്ക് നോം ഡെ ഗ്യുറെ ഉണ്ട്, അതേപോലെ തന്നെ നോം ഡെ പ്ലൂം. ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കുക കേട്ടോ, അപ്പൊ പിന്നെ തെറ്റില്ല. നോം ഡെ ഗ്യുറെ എന്ന് പറഞ്ഞാൽ സ്യൂഡോണിം ആണ്. അതായത്
നോം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, നെയിം ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ രണ്ടും നെയിം തന്നെയാണ് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണേ. നോം ഡെ ഗ്യുറെ എന്ന് പറയുമ്പോൾ എ നെയിം ദാറ്റ് സംവൺ യൂസസ് ഇൻസ്റ്റെഡ് ഓഫ് ദെയർ റിയൽ നെയിം, അവരുടെ ശരിക്കുള്ള പേരിന് പകരം യൂസ് ചെയ്യുന്ന ഒരു പേരിനെയാണ് നമ്മൾ പറയുന്നത് നോം ഡെ ഗ്യുറെ. അത് മെയിൻ ആയിട്ട് ഈ വാറിലൊക്കെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവരുടെ ശരിക്കുള്ള പേര് കൊടുക്കാണ്ട് ഫേക്ക് നെയിംസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് നോം ഡെ ഗ്യുറെ എന്ന് പറഞ്ഞാൽ സ്യൂഡോണിം ആണ്, ഫേക്ക് ആയിട്ടുള്ള നെയിം ആണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഗ്യുറെ എന്ന് പറയുമ്പോണ്ടല്ലോ ഈ ഗൊറില്ല വാറായിട്ടൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാലോ അല്ലെ. അപ്പൊ വാറിൽ യൂസ് ചെയ്യുന്ന പേരാണ് നോം ഡെ ഗ്യുറെ. ഇനി നോം ഡെ പ്ലൂം എന്ന് പറയുമ്പോൾ അതും നെയിം തന്നെയാണ്, പെൻ നെയിം ആണ് പറയുന്നത്. അതായത് പ്ലൂമേ എന്ന് പറയുമ്പോൾ നമുക്ക് തൂലികാനാമം പി വെച്ചിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ. പ്ലൂമേ എന്ന് പറയുമ്പോൾ പെൻ നെയിം ആണ് കേട്ടോ. മറ്റത് അങ്ങനെയല്ല, അത് ഫേക്ക് ആയിട്ടുള്ള നെയിമാണ് വാറിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പേര്. കിട്ടിയോ? അപ്പൊ നോം ഡെ ഗ്യുറെ ഉണ്ട്, നോം ഡെ പ്ലൂം ഉണ്ട്, തെറ്റിപ്പോരുതേ. അടുത്ത വാക്ക് നോക്കാം, മോഡ് ജസ്റ്റേ. മോഡ് ജസ്റ്റേ എന്ന് പറഞ്ഞാൽ ദ എക്സാക്ട് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് വേർഡ് ആണ് മോഡ് ജസ്റ്റേ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആ എക്സാക്ട് വേർഡ് പറഞ്ഞു എന്നോ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് വേർഡ് പറഞ്ഞു എന്നോ എന്നൊക്കെ ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. മോഡ് ജസ്റ്റേ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എക്സാക്ട് വേർഡ് പറഞ്ഞു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അതേസമയം ബോൺ മോട്ട് ഉണ്ട്. ബോൺ മോട്ട് എന്ന് പറഞ്ഞാൽ ക്ലെവർ റിമാർക്ക് ആണ്. എന്താണ് ക്ലെവർ റിമാർക്ക്? ബോൺ മോട്ട് കേട്ടോ. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും മോട്ടാണ്, ഒന്ന് മോഡ് ജസ്റ്റ് ഒന്ന് ബോൺ മോട്ട് കേട്ടോ. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോൺ എന്ന് പറയുമ്പോണ്ടല്ലോ BORN ആലോചിക്കാം, അതായത് ജനിച്ചു എന്നുള്ള രീതിയിൽ കേട്ടോ, BORN. ഓക്കെ, അപ്പം മോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മൊട്ടത്തലയായിട്ട് ആലോചിക്കാം. ഈ മൊട്ടത്തലയായിട്ട് ജനിച്ചിട്ടുള്ള ആൾക്കാർ ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള റിമാർക്കുകളൊക്കെ പറയും എന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ബോൺ മോട്ട് എന്ന് പറഞ്ഞാൽ എ ക്ലെവർ റിമാർക്ക് ആണ്. എന്താണ് എ ക്ലെവർ റിമാർക്ക്? അതേസമയം മോഡ് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ കറക്റ്റ് വാക്ക് പറഞ്ഞു, എക്സാക്റ്റ് ആയിട്ടുള്ള വാക്ക് പറഞ്ഞു എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ, മാനോ എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ, മാനും തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് വരും എന്നുള്ള രീതിയിൽ, തല്ലുകൊടുത്തം വരും എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാലോ. അപ്പൊ മാനോ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഫ്ലിക്റ്റ് ആണ് കേട്ടോ, കോൺഫ്ലിക്റ്റ്. അടുത്ത വാക്ക് നോക്കാം, ജൂറേ ഡിവിനോ. ജൂറേ ഡിവിനോ എന്ന് പറഞ്ഞാൽ ബൈ ഡിവൈൻ ലോ ആണ്. ഓക്കെ, പേരിൽ തന്നെ നമുക്ക് കിട്ടും അല്ലെ. ജൂറേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജുറിസ്ഡിക്ഷനുമായിട്ടൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം, അതായത് ലോ ആയിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ. ഡിവിനോ എന്ന് പറഞ്ഞാൽ ഡിവൈൻ ആണ്. ഓക്കെ, അപ്പൊ ബൈ ഡിവൈൻ ലോ ആണ് ജൂറേ ഡിവിനോ. ജൂറേ ഡിവിനോ ഡിവൈൻ ലോ ആണ് കേട്ടോ, ഡിവൈൻ ലോ. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഫോറിൻ വേർഡ്സ് ആണ്. അപ്പൊ ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ആയിട്ട് നിന്നോളും കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കാം, എൻ റൂട്ട് ആണ്. എൻ റൂട്ട് എന്ന് പറഞ്ഞാൽ ഓൺ ദ വേ ആണ് കേട്ടോ, ഓൺ ദി വേ ആണ് എൻ റൂട്ട്. റൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അറിഞ്ഞൂടെ ആ ഒരു വഴി അല്ലെ. അപ്പൊ എൻ റൂട്ട് എന്ന് പറഞ്ഞാൽ ഓൺ ദ വേ. അടുത്ത് നോക്കിയേ, ബോണഫൈഡ്. ബോണഫൈഡ് എന്ന് പറഞ്ഞാൽ ജെനുവിൻ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള, യഥാർത്ഥമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ്. ജെനുവിൻ ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ബോണഫൈഡ്. അതേസമയം മെലഫൈഡ് ഉണ്ട്, അത് അതിന്റെ ആന്റോണിം ആണ് കേട്ടോ, മെലഫൈഡ്. ഓക്കെ, മെലഫൈഡ് എന്ന് പറഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള, ജെനുവിൻ അല്ലാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് മെലഫൈഡ്. ഈ മെല വെച്ചിട്ട് വരണൊക്കെ മിക്കവാറും ഇതേപോലെയുള്ള നെഗറ്റീവ് രീതിയിലായിരിക്കും വരിക കേട്ടോ, ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അടുത്ത സെർക്കയാണ്. സെർക്ക എന്ന് പറഞ്ഞാൽ എറൗണ്ട് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സെർക്ക എന്ന് പറഞ്ഞാൽ എറൗണ്ട് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി. ഇപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാനൊരു സർക്ക എന്ന് പറയുമ്പോൾ സർക്കിൾ ആലോചിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോ ഒരു സർക്കിൾ വരയ്ക്കാന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് സർക്കിൾ ആയിട്ട് വരണം എന്നില്ല അല്ലെ, അപ്രോക്സിമേറ്റ്ലി ഒരു സർക്കിൾ ആയി എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ സർക്ക എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത് നോക്കിക്കോളൂ, കോമ്പോസ് മെന്റസ് ആണ്. കോമ്പോസ് മെന്റസ് എന്ന് പറഞ്ഞാൽ ഇൻ കൺട്രോൾ ഓഫ് ദി മൈൻഡ്, നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന എന്നൊരു മീനിങ് ആണ് കോമ്പോസ് മെന്റസ്. ഓക്കെ, കോമ്പോസ് മെന്റസ്. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെന്റസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെന്റൽ ഒക്കെ നമ്മൾ പറയുന്ന വാക്കുകളല്ലേ അല്ലെ, മെന്റലായി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ മെന്റസ് എന്ന് പറഞ്ഞാൽ മെന്റൽ എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം, അതായത് നമ്മുടെ മൈൻഡുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ, മൈൻഡ്. അപ്പൊ നമ്മുടെ മൈൻഡിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈക്കാട്രിസ്റ്റിന്റെ കയ്യിൽ ഒരു കോമ്പസ് ഒക്കെ ഉണ്ടെന്ന് ആലോചിക്കാം കേട്ടോ. ഈ കോമ്പസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ കോമ്പസ് മെന്റസ്. മെന്റസ് എന്ന് പറയുമ്പോൾ മെന്റൽ ആലോചിക്കുക, നമ്മുടെ മൈൻഡ്. അപ്പൊ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കോമ്പസ് ഉണ്ട് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അടുത്ത വാക്ക് എർഗോ ആണ്. എർഗോ എന്ന് പറഞ്ഞാൽ ദെയർ ഫോർ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ, ആയതുകൊണ്ട് എന്നൊക്കെ ഒരു മീനിങ് ആണ് എർഗോ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയട്ടെ. അപ്പൊ നമുക്ക് നോക്കാം, എൻ റൂട്ട് എന്ന് പറഞ്ഞാൽ ഓൺ ദ വേ, നമ്മുടെ റൂട്ട് ആലോചിക്കുക. ബോണഫൈഡ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ജെനുവിൻ, റിയൽ ആണ്. അതിന്റെ ആന്റോണിയം പഠിച്ചു വെച്ചേക്കാം, മെലഫൈഡ് ആണ്. സെർക്ക എന്ന് പറയുമ്പോൾ കറക്റ്റ് സർക്കിൾ അല്ല അല്ലെ, അപ്രോക്സിമേറ്റ്ലി ആണ് എന്നുള്ളൊരു മീനിങ് ആണ്. കോമ്പോസ് മെന്റിസ് എന്ന് പറയുമ്പോൾ എന്താ, ഇൻ കൺട്രോൾ ഓഫ് ദി മൈൻഡ് ആണ്. മെന്റിസ് എന്ന് പറയുമ്പോൾ മെന്റൽ, നമ്മുടെ മെന്റൽ മൈൻഡുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം, നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കോമ്പസ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. കോമ്പസ് മെന്റിസ് എന്താണ്, ഇൻ കൺട്രോൾ ഓഫ് ദി മൈൻഡ്.
എർഗോ എന്ന് പറഞ്ഞാൽ എന്താ? therefore ആണ്. എന്താണ്? therefore. അടുത്ത ശ്രദ്ധിച്ചോളൂ. ഇൻ ലോക്കോ പാരന്റസ് എന്ന് പറഞ്ഞാൽ ഇൻ ദ പ്ലേസ് ഓഫ് എ പാരന്റ്, അതായത് ഒരു പാരന്റിന്റെ സ്ഥാനത്ത് എന്നുള്ളൊരു മീനിങ് ആണ് ഇൻ ലോക്കോ പാരന്റസ്. പാരന്റസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാരന്റ് അല്ലെ, അപ്പൊ പാരന്റിന്റെ സ്ഥാനത്ത് എന്നുള്ള രീതിയിൽ കേട്ടോ. ഇൻ ലോക്കോ, ലോക്കലായിട്ട് പാരന്റിന്റെ സ്ഥാനത്ത് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ആലോചിക്കാം. ഒരു എക്സാമ്പിൾ, ടീച്ചേഴ്സ് സംടൈംസ് ഹാവ് ടു ആക്ട് ഇൻ ലോക്കോ പാരന്റസ് അല്ലെ. ടീച്ചേഴ്സ് ചില സമയത്ത് പാരന്റിന്റെ സ്ഥാനത്ത് ആക്ട് ചെയ്യേണ്ടതായിട്ട് വരും. കിട്ടിയോ? ഇൻ ലോക്കോ പാരന്റസ് കേട്ടോ. അടുത്ത വാക്ക് നോക്കാം. മ്യൂട്ടാറ്റിസ് മ്യൂട്ടാൻഡിസ് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് നെസസറി ചേഞ്ചസ് ആണ്, ആവശ്യമുള്ള ചേഞ്ചസ് വരുത്തുക എന്നുള്ളൊരു മീനിങ് ആണ് മ്യൂട്ടാറ്റിസ് മ്യൂട്ടാൻഡിസ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആലോചിക്കാം. ഇവിടെ നോക്കിയേ, എന്താ വ്യത്യാസം വന്നിട്ടുള്ളത്? ടി മാറിയിട്ട് ചെറിയൊരു ചേഞ്ച് വന്നു അല്ലെ, എൻ ഡി ആയിട്ട് വന്നു, അതായത് മേക്കിംഗ് നെസസറി ചേഞ്ചസ്. അങ്ങനെ ആലോചിച്ചൂടെ? അപ്പൊ മ്യൂട്ടാറ്റിസ് മ്യൂട്ടാൻഡിസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചേഞ്ച് വന്നു അല്ലെ, മേക്കിംഗ് നെസസറി ചേഞ്ചസ് ആണ് കേട്ടോ. അടുത്തത് ബോൺ അപ്പറ്റൈറ്റ്. ബോൺ അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പറ്റൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നമ്മുടെ മീലുമായിട്ട്, നമ്മുടെ വിശപ്പുമായിട്ടൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാലോ. എൻജോയ് ദ മീൽ ആണ് കേട്ടോ. ബോൺ അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ എൻജോയ് ദ മീൽ. അടുത്ത വാക്ക് നോക്കാം. കോർഡൺ ബ്ലൂ ആണ്. കോർഡൺ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഓഫ് ദി ഹയസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ക്വാളിറ്റി, അതിനാണ് പറയുന്നത് കോർഡൺ ബ്ലൂ എന്ന് കേട്ടോ. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഈ ബ്ലൂ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലൂ എന്ന് ആലോചിക്കാം. ഓക്കെ, ബ്ലൂ. ഇനി ഈ ബ്ലൂ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൈ ആലോചിക്കാലോ. സ്കൈ നല്ല പൊക്കത്തിലല്ലേ, ഹൈ ആണെന്നൊക്കെ ആലോചിക്കാം കേട്ടോ. അപ്പൊ ഒന്നല്ലെങ്കിൽ ഓഫ് ദി ഹൈയസ്റ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, ഹൈയസ്റ്റ് ക്ലാസ് ആയിട്ട് കണക്ട് ചെയ്യാം. ബ്ലൂ സ്കൈ നല്ല ഹൈറ്റിലാണെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂ ബ്ലഡ് നമ്മൾ പറഞ്ഞില്ലേ, വൺ ഹു ബിലോങ്സ് ടു എ റോയൽ ഫാമിലി അല്ലെങ്കിൽ ഹൈ ക്ലാസ് ഫാമിലി എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ കോർഡൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കോർ എടുക്കാം. കോർ എന്ന് പറയുമ്പോൾ കാർ ആലോചിക്കാം. ബ്ലൂ കളറിലെ കാറുള്ള ഒരാള് നല്ല ഹൈ ക്ലാസ് സൊസൈറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണെന്ന് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ കോർഡൺ ബ്ലൂ, ബ്ലൂ കളറുള്ള കാറ് കേട്ടോ, ഹൈയസ്റ്റ് ക്ലാസ് ആണ്. അടുത്ത വാക്ക് കം ലൗഡേ. കം ലൗഡേ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓർ ഓണേഴ്സ്. ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും, കാരണം നമ്മൾ ഇന്നലെ സിനോണിം പഠിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു അല്ലെ, ലോഡബിൾ. LAUDABLE, ലോഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ലോഡ് എന്ന് പറയുമ്പോൾ ലൗഡ് ആലോചിക്കുക അല്ലെ, ഉറക്കെ പുകഴ്ത്തുക എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞതല്ലേ. അപ്പൊ അങ്ങനെ തന്നെ ലൗഡ് ആയിട്ട് പുകഴ്ത്തുക അല്ലെ, പ്രൈസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ കം ലൗഡേ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓർ ഓണേഴ്സ് ആണ്. ഈ കം ലൗഡേ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് അക്കാഡമിക് ലെവൽ ഓഫ് അച്ചീവ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോറിൻ വേർഡ് ആണ് കേട്ടോ. കം ലൗഡേ, ലൗഡായിട്ട് പ്രൈസ് ചെയ്യുക. അപ്പൊ പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് അക്കാഡമിക് അച്ചീവ്മെന്റ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ പ്രൈസ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇറ്റ് റെപ്രസെന്റ്സ് അക്കാഡമിക് ലെവൽ ഓഫ് അച്ചീവ്മെന്റ്. ഒരു എക്സാമ്പിൾ, ഹി ഗ്രാജുവേറ്റഡ് കം ലൗഡേ. അടുത്ത വാക്ക് നോക്കാം. കെവിയറ്റ് ആണ്. കെവിയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാണിംഗ് ആണ് കേട്ടോ. അതായത് നമ്മൾ മുൻകൂട്ടി അറിയിക്കുക, ഒരു വാണിംഗ് നൽകുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കെവിയറ്റ്. അതായത് മെയിൻ ആയിട്ടുണ്ടല്ലോ, നമ്മളിത് കോടതികളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് കേട്ടോ. ഇപ്പൊ ഒരു കവിയറ്റ് ഫയൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുൻകൂട്ടി അറിയിക്കും, ഇന്ന ദിവസമായിരിക്കും ആ കേസ് കോടതിയിൽ വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മുൻകൂട്ടി നമ്മൾ അറിയിക്കുക, ആ ഒരു മീനിങ് ആണ് കവിയറ്റ്, അല്ലെങ്കിൽ ഒരു വാണിംഗ് ആണ്. അപ്പൊ നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ കേവ് എന്നുള്ള വാക്ക് എടുക്കാം കേട്ടോ, അതായത് ഗുഹ. അപ്പൊ ഗുഹയിലൊക്കെ കേറല്ലേ എന്നൊക്കെ ഒരു വാണിംഗ് നമുക്ക് കിട്ടി എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ കവിയറ്റ് കേവ് ആണ്. ഓക്കെ, അപ്പൊ ഗുഹയിൽ കയറലേ എന്നുള്ള ഒരു വാണിംഗ് നമുക്ക് കിട്ടി അല്ലെ, കാരണം വൈൽഡ് ആനിമൽസ് ഒക്കെ ഉണ്ടോ. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. കവിയറ്റ് എന്ന് പറഞ്ഞാൽ കവിയറ്റ് ഇസ് എ വാണിംഗ് ആണ് കേട്ടോ. അടുത്ത വാക്ക് നോക്കാം. പ്രോ ബോണോ ആണ്. പ്രോ ബോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രൈബിങ് തിങ്സ് യു ഡു ടു ഹെൽപ്പ് പീപ്പിൾ, ഓക്കെ, റാദർ ദാൻ ടു ഏൺ മണി. നമ്മൾ ആൾക്കാരെ സഹായിക്കാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് മണി, കാശൊന്നും പ്രതീക്ഷിക്കാണ്ട്, നമ്മുടെ പ്രോഫിറ്റ് ഒന്നും പ്രതീക്ഷിക്കാണ്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെയാണ് പ്രോ ബോണോ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആലോചിക്കാം കേട്ടോ. പ്രോഫിറ്റ് ആഗ്രഹിക്കാണ്ട് ആലോചിക്കണം കേട്ടോ. പ്രോഫിറ്റ് ആഗ്രഹിക്കാണ്ട് ജനിച്ച ആൾക്കാർ, ബോണോ എന്ന് പറയുമ്പോൾ നമുക്ക് ബോൺ എന്ന് ആലോചിക്കാം, ബോൺ. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് ആഗ്രഹിക്കാണ്ട് ജനിച്ചിട്ടുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്തു തരുന്ന ആൾക്കാർ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ വാക്കുകളും നമുക്കൊന്ന് വേഗം നോക്കാം. ഫോറിൻ വേർഡ്സ് ആണ്, അത്യാവശ്യം ടഫാണ് എനിക്കും അറിയാം, എന്നാലും റിവൈസ് ചെയ്യാം കേട്ടോ. ഒറ്റ പ്രാവശ്യം റിവൈസ് ചെയ്താൽ പോരാ, 1-2 പ്രാവശ്യം നിങ്ങളൊന്ന് കേൾക്കണേ. വിസ വിസ് എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ്, വിസിലടിക്കുമ്പോൾ ഫേസിലേക്ക് നോക്കും. വോൾട്ടേ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആറ്റിറ്റ്യൂഡ് റിവേഴ്സ് ആവാണ് അല്ലെ, നമ്മുടെ ഫേസിന്റെ വോൾട്ടേജ് മാറി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്താൽ മതി. ടോട്ടലേ മോണ്ടേ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്ന് പറയുമ്പോൾ എവ്രിബഡി അല്ലെ, അപ്പൊ ടോട്ടലേ മോണ്ടേ എന്ന് പറഞ്ഞാൽ എവ്രിബഡി അല്ലെങ്കിൽ എവ്രി വൺ ഓഫ് ഇമ്പോർട്ടൻസ്. ബിയോ മോണ്ടേ എന്ന് പറഞ്ഞാൽ ഹൈ സൊസൈറ്റി ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിയോ എന്ന് പറയുമ്പോൾ ബ്ലൂ ആലോചിക്കുക, ബ്ലൂ കളറിലെ മുണ്ട് എടുത്തിട്ടുള്ള ഹൈ സൊസൈറ്റിയിൽ വിടുന്ന ആൾക്കാരാണെന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. പോസ്റ്റ്മോർട്ടം നിങ്ങൾക്ക് അറിയാം, എക്സാമിനേഷൻ ഓഫ് ബോഡി ആഫ്റ്റർ ഡെത്ത് ആണ്. പിന്നെ ഇറ്റ് എസ്റ്റ് എന്ന് പറഞ്ഞാൽ IE എന്നൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്, അതിന്റെ ഫുൾ ഫോം ആണ് ഇറ്റ് എസ്റ്റ് കേട്ടോ. അതിന്റെ മീനിങ് എന്താ? ദാറ്റ് ഇസ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. എന്താണ്? ദാറ്റ് ഇസ്.
അടുത്ത ഹൊണോറിസ് കൗസയാണ് എന്ന് പറഞ്ഞാൽ ആസ് എ മാർക്ക് ഓഫ് എസ്റ്റീം ആണ്. ഓക്കെ, ആദരിക്കുക എന്നൊക്കെ ഒരു മീനിങ് അല്ലേ ഹോണർ, അതുപോലെ തന്നെ എസ്റ്റീം. പിന്നെ നോം ഡെ ഗ്യുറേ ഉണ്ട്, നോം ഡെ പ്ലൂം ഉണ്ട്. നോം ഡെ ഗ്യുറേ എന്ന് പറഞ്ഞാൽ സ്യൂഡോണിയം ആണ്, നമ്മുടെ ശരിക്കുള്ള പേരിന് പകരം ഫേക്ക് ആയിട്ട് യൂസ് ചെയ്യുന്ന നെയിംസ് ആണ്. മെയിൻ ആയിട്ട് വാറിനകത്തേക്കാണ്, ഗൊറില്ല വാറൊക്കെ ഓർത്താൽ മതി കേട്ടോ. നോം ഡെ പ്ലൂം എന്ന് പറഞ്ഞാൽ നെയിം, നോം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ക്ലിക്ക് ആവും, പെൻ നെയിം ആണ്. പ്ലൂം എന്ന് പറയുമ്പോൾ പെൻ ആലോചിക്കുക, പെൻ നെയിം ആണ് കേട്ടോ. പിന്നെ മോഡ് ജസ്റ്റും ഉണ്ട്, ബോൺ മോട്ടും ഉണ്ട്. മോഡ് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ എക്സാക്ട് വാക്ക് പറഞ്ഞു എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ അത് എക്സാക്ട് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് വേർഡ് എന്ന് കിട്ടും. ബോൺ മോട്ട് എന്ന് പറയുമ്പോൾ ബോൺ ജനിച്ചു, മൊട്ടത്തലയായിട്ട് ജനിച്ചിട്ടുള്ള ആൾക്കാർ ഭയങ്കര ക്ലെവർ ആയിട്ടുള്ള റിമാർക്ക് ഒക്കെ പറയും എന്നൊക്കെ ഒന്ന് വെറുതെ കണക്ട് ചെയ്യുക. മാനോ മാനോ എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ആണ് അല്ലെ, മാനും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് വരും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. പിന്നെ ജുറേ ഡിവിനോ, ജുറേ എന്ന് പറയുമ്പോൾ നമ്മുടെ ലോ ആയിട്ട് കണക്ട് ചെയ്യാം. ഡിവിനോ എന്ന് പറയുമ്പോൾ ഡിവൈൻ അല്ലെ, ബൈ ഡിവൈൻ ലോ എന്നുള്ളൊരു മീനിങ് ആണ്. അടുത്ത എൻ റൂട്ട് ആണ്. എൻ റൂട്ട് എന്ന് പറഞ്ഞാൽ ഓൺ ദി വേ, റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വേ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ബോണോഫൈഡ് എന്ന് പറഞ്ഞാൽ റിയൽ അല്ലെങ്കിൽ ജെന്യുവിൻ ആണ്. സെർക്ക എന്ന് പറഞ്ഞാൽ എന്താ, അപ്രോക്സിമേറ്റ്ലി ഒരു സർക്കിൾ ആയിട്ടൊക്കെ വരും അല്ലെ. കോമ്പോസ് മെന്റസ് എന്ന് പറഞ്ഞാൽ എന്താ, മെന്റസ് നമ്മുടെ മൈൻഡ്, മെന്റൽ അല്ലെ, നമ്മുടെ മൈൻഡിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കോമ്പസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ആലോചിക്കാം, ഇൻ കൺട്രോൾ ഓഫ് ദി മൈൻഡ് കേട്ടോ. എർഗോ എന്ന് പറഞ്ഞാൽ ദെർഫോർ ആണ്. എർഗോ എന്താണ്, അടുത്തത് മ്യൂട്ടാറ്റിസ് മ്യൂട്ടൻഡസ് ആണ്, ചെറിയൊരു മാറ്റം വരുത്തി അല്ലെ, ടി മാറിയിട്ട് എൻ ഡി ആയിട്ട് മാറി, മേക്കിംഗ് നെസറി ചേഞ്ചസ് ആണ്. ബോൺ എപ്പറ്റൈറ്റ് നമുക്കറിയാം, എൻജോയ് ദി മീൽ. അടുത്തത് കോർഡൺ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഓഫ് ദി ഹയസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ബ്ലൂ എന്ന് പറയുമ്പോൾ ബ്ലൂ കളർ ആലോചിക്കുക, ബ്ലൂ കളർ ആയിട്ടുള്ള സ്കൈ ആലോചിച്ചാലും മതി, അപ്പോൾ ഹൈ കിട്ടും, ഹയസ്റ്റ് ക്ലാസ്. അതുപോലെ തന്നെ കോർഡൺ എന്ന് പറയുമ്പോൾ കാർ ആലോചിക്കാം, ബ്ലൂ കളറുള്ള കാറുള്ള ആൾക്കാർ ഭയങ്കര ഹൈ ക്ലാസ് ആൾക്കാരാണെന്ന് ആലോചിക്കുക കേട്ടോ. പിന്നെ കം ലൗഡേ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓർ ഓണേഴ്സ് ആണ്. ലൗഡേ ലോഡബിൾ നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. അപ്പൊ ലൗഡായിട്ട് ഒരാളെ പുകഴ്ത്തുക അല്ലെ, പ്രൈസ് ചെയ്യുക, അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ലൗഡ് എന്ന് ഉദ്ദേശിച്ചുള്ള LOUD ആണ്, നമ്മൾ കണക്ഷൻ വേണ്ടി മാത്രം കേട്ടോ അതൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ കവിയേറ്റ് എന്ന് പറയുമ്പോൾ ഒരു വാണിംഗ് ആണ് അല്ലെ, നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് കേവ് ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. കേവിനകത്ത് കയറില്ല എന്നുള്ള ഒരു വാണിംഗ് നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. പ്രോ ബോണോ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആഗ്രഹിക്കാണ്ട് ജനിച്ചിട്ടുള്ള ആൾക്കാർ അല്ലെ, ബോൺ ആയിട്ട് കണക്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിക്കുന്ന ആൾക്കാരായിരിക്കും. ഡിസ്ക്രൈബിങ് തിങ്സ് യു ഡു ടു ഹെൽപ്പ് പീപ്പിൾ റാദർ ദാൻ ടു ഏൺ മണി. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം. ഓക്കെ, കോമ്പോസ് മെന്റസ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിന്റെ മീനിങ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. കോമ്പോസ് മെന്റസ് ആണ്, മെന്റസ് കേട്ടോ. എല്ലാവരും കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ നാളെ കാണാം.